ഒരു യാത്രയിൽ ഒപ്പമുണ്ടായിരുന്ന 241 പേരും മരിക്കുന്നു. ഒരാൾ മാത്രം തിരികെ ജീവിതത്തിലേക്ക്. അഹമ്മദാബാദ് വിമാന അപകടത്തിൽ ആ അത്ഭുതം ലോകം കണ്ടത് വിശ്വാസ് കുമാർ രമേശിലൂടെയാണ്. എയർ ഇന്ത്യയുടെ ബോയിംഗ് 787 ഡ്രീം ലൈനർ വിമാനത്തിൽ 11A സീറ്റിലായിരുന്നു ലണ്ടനിലേക്കുള്ള യാത്രയ്ക്കായി വിശ്വാസ് കുമാർ രമേശ് ബുക്ക് ചെയ്തത്. 1:39 വിമാനം ടേക്ക് ഓഫ് ചെയ്തതിന് പിന്നാലെ സെക്കൻഡുകൾക്കകം വലിയ ശബ്ദം കേട്ടതായി രമേശ് പറഞ്ഞു. പിന്നെയെല്ലാം കണ്ണടച്ചു തുറക്കുന്ന വേഗത്തിലായിരുന്നു. മിനിറ്റുകൾക്കുള്ളിൽ വിമാനം കത്തിയമർന്ന കെട്ടിടത്തിന് മുകളിൽ പതിച്ചു. അതിനിടയിലായിരുന്നു ആ അത്ഭുതം. അപകട വാർത്തയറിഞ്ഞ എല്ലാവർക്കും ഒരുപോലെ അവിശ്വസനീയമായി മാറിയ രക്ഷപ്പെടൽ. ബ്രിട്ടീഷ് പൗരത്വമുള്ള രമേശ് 20 വർഷമായി ലണ്ടനിലാണ്. ഭാര്യയും കുട്ടിയും ലണ്ടനിലാണ്. കുടുംബാംഗങ്ങളെ കാണാനാണ് ഇന്ത്യയിലേക്ക് എത്തിയത്. തിരികെ UK-യിലേക്കുള്ള യാത്രയാണ് ദുരന്തമായി മാറിയത്. സഹോദരൻ അജയ് കുമാർ രമേശും ഒപ്പമുണ്ടായിരുന്നുവെങ്കിലും ഇരുവരുടെയും സീറ്റുകൾ 2 നിരകളിലായിരുന്നു. അഹമ്മദാബാദ് സിവിൽ ആശുപത്രിയിലെ ജനറൽ വാർഡിൽ പരിക്കുകളോടെ കഴിയുമ്പോൾ രമേശിനും സംഭവിച്ചത് പൂർണ്ണമായി വിശ്വസിക്കാൻ കഴിയുന്നില്ല. തകർന്ന വിമാനത്തിന്റെ അവശിഷ്ടങ്ങളും മൃതശരീരങ്ങളുമായിരുന്നു എഴുന്നേറ്റപ്പോൾ ചുറ്റും കണ്ടത്. ഭയന്നു പോയെന്ന് രമേശ് പറഞ്ഞു. നിലവിളിച്ചുകൊണ്ടോടി. ഓടിയെത്തിയ ആരൊക്കെയോ ചേർന്ന് ആംബുലൻസിൽ കയറ്റി. അങ്ങനെയാണ് ആശുപത്രിയിലെത്തിയത്. രമേശിന്റെ നെഞ്ചിലും കാലിലും മുഖത്തുമാണ് പരിക്കേറ്റിട്ടുള്ളത്. ന്യൂസ് ഡെസ്ക് ജനം.